നീലപ്പരപ്പിലെ വെറുമൊരു യാത്രാ വിമാനമല്ല ഇത്. ഒരു കാലത്ത് നൂറുകണക്കിന് യാത്രക്കാരെ വഹിച്ചു പറന്ന ഈ ബോയിങ് 777 ഇന്ന് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ ഫ്ലൈയിങ് ലബോറട്ടറിയായി മാറിയിരിക്കുകയാണ്. നാസയുടെ പുത്തൻ വിസ്മയം ടെക്സസിലെ സങ്കീർണമായ രൂപമാറ്റങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിർജീനിയയിലെ ലാംഗ്ലിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷ രഹസ്യങ്ങൾ തേടിയിറങ്ങുന്ന ഈ ആകാശക്കണ്ണ് ആഗോള കാലാവസ്ഥാ ഗവേഷണത്തിൽ ഒരു പുതിയ വിപ്ലവത്തിനാണ് തുടക്കമിടുന്നത്. ഈ വിമാനത്തിന് പിന്നിൽ നടന്നത് വിസ്മയിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. എഞ്ചിനീയർമാർ ഇതിന്റെ ഫ്യൂസ്ലേജിൽ ആയിരക്കണക്കിന് ദ്വാരങ്ങളും നിരീക്ഷക ജനാലകളും നിർമ്മിച്ചു. മുമ്പ് നാസ ഉപയോഗിച്ചിരുന്ന D-6-8 വിമാനത്തിന് പകരക്കാരനായാണ് ഈ കരുത്തനെത്തുന്നത്. ലിഡാർ, ഇൻഫ്രാറെഡ് ഇമേജിംഗ് തുടങ്ങിയ നൂതന സെൻസറുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിന്റെ എക്സ്റേ എടുക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഓരോ വിടവിലൂടെയും പുറത്തേക്ക് നോക്കുന്ന സെൻസറുകൾ കാലാവസ്ഥയുടെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും ഒപ്പിയെടുക്കും. വിമാനത്തിനുള്ളിലേക്ക് കടന്നാൽ നമുക്ക് പരിചിതമായ സീറ്റുകളോ ഗാലി സൗകര്യങ്ങളോ ഇല്ല. പകരം സങ്കീർണമായ സെർവറുകളും ലാബുകളുമാണ് ഇവിടെയുള്ളത്. 75,000 പൗണ്ട് ഭാരമുള്ള ശാസ്ത്രീയ ഉപകരണങ്ങളും 100 ഗവേഷകരെയും ഒരേ സമയം വഹിക്കാൻ ഈ വിമാനത്തിന് ശേഷിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ സഹിഷ്ണുതയാണ്. 18 മണിക്കൂർ വരെ തടസ്സമില്ലാതെ പറക്കാൻ കഴിയുന്ന ഈ വിമാനം ആകാശത്തിരുന്നു കൊണ്ട് തന്നെ ഡാറ്റ വിശകലനം ചെയ്യാനും ഭൂമിയിലെ ലാബുകളുമായി പങ്കുവയ്ക്കാനും സഹായിക്കുന്ന അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2027 ജനുവരിയിൽ ആരംഭിക്കുന്ന നർച്ചർ എന്ന ദൗത്യമാണ് ഇതിന്റെ ആദ്യ ലക്ഷ്യം. വടക്കേ അമേരിക്ക മുതൽ ആർട്ടിക് മേഖല വരെയുള്ള അതികഠിനമായ ശൈത്യ കാലാവസ്ഥയെക്കുറിച്ചാണ് ഇത് പഠിക്കുക. മഞ്ഞുവീഴ്ചയും സമുദ്രത്തിലെ മാറ്റങ്ങളും തത്സമയം നിരീക്ഷിക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മുൻകൂട്ടി കാണാൻ മനുഷ്യരാശിയെ ഇത് പ്രാപ്തമാക്കും. വെറുമൊരു വിമാനമല്ല, മറിച്ച് ഭൂമിയുടെ നിലനിൽപ്പിനായുള്ള ശാസ്ത്രത്തിന്റെ കരുതലാണിത്.